ഈ ചെടിയെയും നമുക്ക് പരിചയപ്പെടാം. ഇതും ഒരു പ്രത്യേകതരം ചെടിയാണ്. ഇല പിളരുന്ന സസ്യം. നല്ല ഒരു സ്പ്ലിറ്റ് ലീഫ്, പല പേരുമൊക്കെ പറയൂട്ടോ, എങ്കിലും സ്പ്ലിറ്റ് ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിളർന്ന ഇല, ഫിലോഡെൻഡ്രോൺ അങ്ങനെയും പറയും. മോൺസ്റ്ററ ഡെലിസിയോസ് സിസ്റ്റീസ് പ്ലാന്റ്, സ്പ്ലിറ്റ് ലീഫ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഇല പിളരുന്നത് എന്ന് വെച്ചാൽ, ആദ്യം അത് ചെറുതായിരിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേറെ ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയിൽ അത് അറ്റം മാത്രം ഇങ്ങനെ പിളരാൻ പോകുന്ന പോലെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അത് പറ്റിയ ഞാനിടാം. പിന്നെ അത് വായു ശുദ്ധീകരിക്കുന്നതിനും ഏറ്റവും നല്ല പ്ലാന്റാണ്. ഇൻഡോറായിട്ട് വെക്കാം. അതുകൊണ്ടാണ് ഇതിനെ കൂടി പരിചയപ്പെടുത്തുന്നത്. അധികം വെള്ളമൊന്നും വേണ്ട. സിസി പ്ലാന്റ് പോലെ തന്നെ. നമ്മുടെ ഇടയ്ക്ക് അതിൻ്റെ പ്രതലം ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ മിക്ക ചെടികളും നല്ല ഭംഗിയുള്ളതായിരിക്കുമല്ലോ. പിന്നെ അത് ഒക്കെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാം. സ്നേഹത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഒരു ലവ് സൈൻ പോലെ ഇരിക്കും അതിൻ്റെ ഇലകളെല്ലാം. അത് മിക്കതും അതെ. മണി പ്ലാന്റ് മിക്ക ഇലകളും അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. ആന്തൂറിയം എല്ലാം അതുപോലെ ഹൃദയാകൃതിയിലുള്ള സവിശേഷതയുള്ള ചെടികളായിരിക്കും. എയർ പ്യൂരിഫയർ ആണ്. അതൊരു സ്റ്റിക്കിൽ തുണിയൊക്കെ കെട്ടിയിട്ട് നമുക്ക് അതിനെ പടർത്താം. ഇൻഡോറായിട്ട് വെക്കാം. ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് മഴയത്തൊക്കെ നല്ലപോലെ വെള്ളവും വായുവും എല്ലാം നല്ലപോലെ പോകുന്നതിനാണ്. ഈ ഇല നല്ല പാകമായി കഴിയുമ്പോൾ ഇങ്ങനെ പിളർന്നു വരുന്നത്. എന്ന് വെച്ചാൽ പണ്ട് മലയോരങ്ങളിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ നല്ല കാറ്റൊക്കെ അതിൻ്റെ വിടവിൽ കൂടിയൊക്കെ കിട്ടിക്കൊള്ളും എന്നാണ് പറയുന്നത്. നല്ലൊരു ചെടിയാണ്, കാണാൻ വളരെ ഭംഗിയുള്ള ചെടിയാണ്. എല്ലാവരും ഇതിനെ വളർത്തുക. എയർ പ്യൂരിഫയറാണ്. പിന്നെ നമുക്കിതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണല്ലോ. ഇതും വളർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വളർത്താൻ നല്ല എളുപ്പമാണ്. അധികം പ്രയാസമൊന്നും വേണ്ട. ഇതിനും ഒരു ജോയിൻറ്റിൽ കണ്ടില്ലേ വേരുകളൊക്കെ. അതിനെന്തൊരു പ്രത്യേകത പേര് പറയൂ കേട്ടോ. വേരുകളിങ്ങനെ ഉണ്ട്, കണ്ടോ? വേരുകൾ ഇങ്ങനെ ജോയിൻറ്റിൽ അവിടെ വെച്ച് മുറിച്ചിട്ട് നട്ടാലും മതി. ഇങ്ങനെ കട്ട് ചെയ്ത് നടാവുന്നതാണ്. മുറിച്ച് നമുക്ക് നടാം. അല്ലെങ്കിൽ മുറിച്ചിട്ട് ഒരു ചട്ടിയിൽ തന്നെ ബുഷായിട്ട് നിർത്താം. എങ്ങനെ നിർത്തിയാലും ഭംഗിയാണ്. ഇതൊക്കെ എനിക്ക് ഇത്തിരി പരിചരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഭംഗിയിലൊക്കെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്തു വരുമ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. ഓരോന്നേ ചെയ്തു വരുമ്പോൾ നേരം പോകും. ഞാനും ഇത് അനുസരിച്ച് തന്നെ ഇന്ന് ഞാൻ വേറൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി അകത്ത് വെക്കണമെന്നും ആഗ്രഹമുണ്ട്. ഇപ്പോൾ തന്നെ അകത്ത് ധാരാളം ചെടികളാണ്. അധികമായാലും നമുക്കത്ര ചിലർക്കൊന്നും ഇഷ്ടമില്ല, പുറത്തുനിന്ന് വരുന്നവർക്ക്. പക്ഷെ നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ. എയർ ശുദ്ധീകരിക്കും. പിന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് കാണാനായിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാം നമുക്ക്. വായു ശുദ്ധീകരിക്കണ ചെടികൾ പുറത്ത് നല്ല ഭംഗിയിൽ നിർത്തുകയാണെങ്കിൽ അതെടുത്ത് നമുക്ക് അകത്ത് കൊണ്ടുവന്ന് വെക്കാം. അകത്ത് വയ്ക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് മിനുക്കി തുടച്ച് ഒക്കെ വെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു നല്ല വായു ശ്വസിക്കാം. എല്ലാ ഇലകൾക്കും ഹൃദയാകൃതിയാണത്. കണ്ടോ? അത് കീറി വരുന്നത് കണ്ടോ? ഇതുപോലെ തന്നെ ഈ കീറണ തന്നെ പല വിധത്തിലുള്ള കീറലുകളുണ്ട് കേട്ടോ. ഈ ഒരേ പ്ലാന്റ് തന്നെ പല പോലെ ഇരിക്കും, വ്യത്യസ്തമായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ നട്ടു വളർത്തുക. അതൊരു സന്തോഷമാകും. ഒന്നും വളർത്താറുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വളരെ ദുഃഖം തോന്നും. വീടൊക്കെ നല്ലതായി ഇപ്പം മിക്കവരും ചെടികൾ വളർത്താറുണ്ടെങ്കിലും ചിലവർക്കൊന്നും വലിയ ഇൻട്രസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതിനോട് താല്പര്യം
ഉണ്ടാക്കുക. ശുദ്ധമായി ശ്വസിക്കാമല്ലോ. പിന്നെ കാണാനും ഭംഗിയാണ്, അലങ്കാര ചെടിയാണ്, ഓർണമെൻ്റൽ പ്ലാന്റാണ്. അപ്പോൾ അതൊരു രസമല്ലേ ഇതൊക്കെ? ഒരു താല്പര്യവും മനസ്സിന് സന്തോഷം തരുന്നതും ഒക്കെയാണ്. കുട്ടികളെയും ഇങ്ങനെ താല്പര്യം ഉണ്ടാവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും വലിയ കൗതുകമായിരിക്കും. ഇതെന്തല, ഇതെങ്ങനെയാണ് ഇല. അവരെയും എല്ലാം ഒരു ചെറിയ തോട്ടം ഉണ്ടാക്കുന്നതിന് പ്രേരിപ്പിക്കുക. ഇൻഡോറിൽ വെക്കുക. ഇൻഡോറിലൊന്നും വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ അതുപോലെ തന്നെ കണ്ട് വളർന്ന് അവരതൊന്നും എടുത്ത് വായിലൊന്നും വെക്കില്ല. അതെല്ലാം പറഞ്ഞു വെച്ച് അവരെ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ കുട്ടികൾക്കും താല്പര്യമുണ്ടാവും. നിങ്ങൾ കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങുക. അപ്പോൾ കുട്ടികളും അത് കണ്ട് വളരും. അവർക്കും സന്തോഷം. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നും. അല്ലാതെ സിനിമയും മറ്റ് ചിലതൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന പോരല്ലോ. ഇതും കൂടി അറിയുക. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവു.